കിങ്ഫിഷറിന്റെ ഒരു അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയൊരു ദിവസമാണ് ഇന്ന്. അതുപോലെ കടലിറങ്ങാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ തീരുമെന്ന്. ഹായ്. സ്കൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും അജീഷനും രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. വർക്കലയിലോട്ടാണ് പോകുന്നത്. ഏകദേശം 35ഓളം കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് വർക്കലയിലോട്ട്. രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അജീഷന് മാത്രമല്ല എനിക്കും. പാരിപ്പള്ളി എത്തുന്നതിന് മുന്നുള്ള ചെറിയ ഹോട്ടലിൽ കയറി ഞങ്ങൾ ദോശയും തക്കാളിക്കറിയും ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത്ര വന്നില്ല. ചെറിയ പുളിപ്പുണ്ടായിരുന്നത് ദോശയ്ക്കും തക്കാളിക്കറിക്കും. അങ്ങനെ ഞങ്ങൾ കോഫിയോടെ കുടിച്ച് അവിടെ നിന്ന് യാത്രയായി. അങ്ങനെ ഞങ്ങൾ ഇടവ വഴി നമ്മുടെ അണ്ണോൺ വാഴ അയച്ചു എന്ന ലൊക്കേഷനിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് അവരാരും എത്തിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് അവിടെ എവിടെയെങ്കിലും കറങ്ങി നിന്നോളാം. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കാപ്പിൽ ബീച്ച്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും നോക്കില്ല, നേരെ കാപ്പിൽ ബീച്ചിലോട്ട് വിട്ടുപിടിച്ച്. കാപ്പിൽ ബീച്ചിലോട്ട് പോകുമ്പോൾ ഈ ഒരു വഴി കാണാൻ നല്ല ഭംഗിയാണ്. വേറെ ഒന്നുമല്ല, ആദ്യമേ നമുക്കൊരു പാലം കയറുമ്പോൾ അതിന്റെ താഴെ കൂടെ കായൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടലും. ആ ഒരു മനോഹാരിത പറഞ്ഞറിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 6:30ഓളമായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ഒന്നും റോഡിൽ കാണാനില്ല. എവിടെയെങ്കിലും നിർത്തി കുറച്ചു നേരം കാറ്റുകൊണ്ടിരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഇരിക്കാനൊരു സ്ഥലം പ്രതീക്ഷിച്ച് പോകുമ്പോഴാണ് ഒരു വള്ളം ദൂരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഈ വളവ് കഴിഞ്ഞാൽ മാത്രമേ ക്യാമറയിൽ നമുക്ക് ആ വെള്ളം കാണാൻ കഴിയൂ. ഞങ്ങളുടെ ചെന്നപ്പോഴത്തേക്ക് അവരെ നേരെ കടലിലോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയായിരുന്നു. വള്ളത്തിൽ മോട്ടോർ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവരുപയോഗിക്കുന്നത് മാൻ പവർ ആണ് കേട്ടോ. അങ്ങനെ അത് കണ്ടിരുന്നപ്പോഴത്തേക്ക് അജീഷിന് ചെറിയ ക്ഷീണം, അതുകൊണ്ടത് കിടക്കണമെന്ന് പറഞ്ഞു. കിടന്നപ്പോഴേ അണ്ണോൻ വാഴ വിളിച്ചു നമ്മൾ നിന്ന ലൊക്കേഷനിലോട്ട് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ചെടി അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അവിടെ ചെന്നപ്പോഴേ അജീഷണ് ഊക്ക് കിട്ടി തുടങ്ങി. അജീഷണം ബ്രോഡ്കാസ്റ്റിൽ അയക്കുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂണിനെ പറ്റിയായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം. സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തയ്യാറെടുക്കുകയാണ് നമ്മുടെ സ്കൂബ ടീം. കടലിൽ പോയി സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ട്രെയിനിങ് ഇവിടെ തരുന്നുണ്ട്. പൂളിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളെ നേരെ കടലിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഡൈവിംഗ് ഇൻസ്ട്രക്ടർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. അതിനുശേഷം ഞങ്ങളെ നേരെ പൂളിലോട്ട് ഇറക്കി. പൂളിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡൈവിംഗ് ഡ്രസ്സ് ധരിക്കേണ്ടതാണ്. നേരത്തെ തന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്ക്യൂബ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാനും അണ്ണോൺ വാഴയും പൂളിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അജീഷ് അണ്ണും വാഴക്കുട്ടിയുടെ അനിയനും പൂളിൽ സ്ക്യൂബ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നോക്കുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് രസകരമായ കാഴ്ചകളും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാനും അണ്ണോൺ വാഴയും നടത്തുന്ന അഗാധമായ ചിന്തയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് മെമ്മറി സ്പേസ് ഉള്ളു കേട്ടോ. നമുക്ക് കൂടുതൽ അങ്ങനെ ഞങ്ങൾ പൂളിലെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് നേരെ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് ഒക്കെ തരും. ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ കടലിലോട്ട് പോകാൻ. ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അരവിന്ദ് ചേട്ടൻ ഒരു കിങ്ഫിഷറിനെ എടുത്തുകൊണ്ട് വന്നത്. അതിനെ കാക്കെല്ലാം കൂടെ കുത്തി നല്ല രീതിയിൽ മുറിവേൽപ്പിച്ചിരുന്നു. അരവിന്ദ് ചേട്ടൻ അതിനെ എടുത്ത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റി വെച്ച് അതിനുശേഷമാണ് ഞങ്ങൾ നേരെ ബോട്ടിലോട്ട് പോയത്. അങ്ങനെ ഓരോരുത്തരായി ബോട്ടിലോട്ട് കയറി തുടങ്ങി. നമ്മുടെ ഈ ബോട്ടിനെ പുഷ് ചെയ്ത് കടലിലോട്ട് നീക്കുന്നത് ഈ ട്രാക്ടറാണ്. എല്ലാവരും കയറിയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രാക്ടർ കൊണ്ട് പുഷ് ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിവിടെ ബോട്ടിനകത്ത് കയറി. സമയം ഒരു 8:30 ആയിട്ടുള്ളെങ്കിൽ നല്ല രീതിയിൽ വെയിലടിച്ചു തുടങ്ങി. ബോട്ടിൽ ഇരിക്കുന്നതിനെ പറ്റിയാണ് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നത്. എല്ലായിടത്തും ഫ്രണ്ടിലോട്ട് നോക്കിയാണ് ഇരിക്കാൻ പറയുന്നത്. കാരണം നമ്മൾ കടലിലോട്ട് പോകുമ്പോൾ തിരമാല അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. അങ്ങനെ കടലിലോട്ടുള്ള എൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചു. എൻ്റെ കൂടെ അജീഷനും അരവിന്ദേട്ടനും ഉണ്ട്. ബാക്കിൽ അണ്ണോൺ വാഴയും വാഴക്കുട്ടിയും അതിനോടൊപ്പം തന്നെ വാഴക്കുട്ടിയുടെ ബ്രദർ ഇരിപ്പുണ്ട്. ടൈറ്റാനിക്കിലെ ജാക്ക് ഇരിക്കുന്ന പോലെ നമ്മുടെ അക്ഷയ് ചേട്ടൻ നമ്മുടെ സ്കൂബ ട്രെയിനറാണ്. പുള്ളിക്കാരൻ ഫ്രണ്ട് വന്നിപ്പോണ്ട്. നമ്മുടെ വാഴയും വാഴക്കുട്ടിയും നമ്മളെ കണ്ടന്റ് വീഡിയോയുടെ ചെറിയൊരു പാർട്ടാണ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ അടികൂടുന്നതായിട്ട് തോന്നുന്നു. അടികൂടുന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഓരോരുത്തരെയായിട്ട് റെഡിയാക്കുകയാണ്. ഫസ്റ്റ് അജീഷ് ചേട്ടനും നമ്മുടെ വാഴക്കുട്ടിയുടെ അനിയനുമാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. ഇവർ ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ സ്കൂബ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരിറങ്ങിയതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് ഇറക്കുന്നത്. അജീഷ് അണ്ണ ഏകദേശം സെറ്റായി, എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. ഇവിടെ ബോട്ടിൽ ആങ്കർ ഇട്ടിട്ടുണ്ട്. ആ ആങ്കർ പിടിച്ചാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പോൾ ആ സൈഡിലോട്ട് കൊണ്ടുപോവാണ് ഓരോരുത്തരായിട്ട്. അങ്ങനെ പ്രിപ്പറേഷൻസ് എല്ലാം കൊടുത്തിട്ട് അവർ ഡൈവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. എൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ലെഗിൽ ഒരു ഫിന്ന് പോലുള്ള സാധനം ഇട്ട് അതിനോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ, പിന്നെ കടലിൽ ഇറങ്ങുമ്പോൾ കാണാൻ വേണ്ടി ഒരു ഗൂഗിൾസ് പോലൊരു സാധനം, അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഞാനും ഡൈവ് ചെയ്തു. നമ്മുടെ ഇൻസ്ട്രക്ടർ അവിടെ നിൽപ്പുണ്ട്. ഇനി എന്നെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആ കയറിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമ്മൾ നേരെ കടലിൽ താഴോട്ട് പോകുകയാണ്. ഇനിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. കടലിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ താഴോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു പ്രിപ്പറേഷൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് താഴോട്ട് പോകുന്നത്. ഇവിടെ മേളിൽ നിന്ന് ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അരവിന്ദ് ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊന്നും കേൾക്കുന്നില്ല. അവസാനം ഇന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞ് വിഷ്ണു താഴോട്ട് പോയിട്ടുണ്ട്, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ,
അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴത്തിറങ്ങി. ഞാൻ അണ്ണോൻ വാഴയാണ് അതിനുശേഷം ഇറങ്ങുന്നത്. ഇനി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. കടലിലെ കാഴ്ച ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്ട്രക്ടർ ചെയ്ത വേലയാട്ടോ എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പർ സൈഡിൽ ഇപ്പർ സൈഡിൽ ഓക്സിജനൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ചെയ്ത് തന്ന്. നമ്മൾ ഈ ഡൈവ് ചെയ്യാൻ ഇറങ്ങിയ സ്ഥലത്ത് ഒരു കോക്കനട്ട് ലീഫ് എന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിൻ്റെ ഓല ഇട്ടിട്ടുണ്ട്. ആ തെങ്ങിൻ്റെ ഓലയുടെ ഷെയ്ഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കൊച്ചു മീനുകളും പലതരം മീനുകളും വരാറുണ്ട്. ആ മീനുകളാണ് മെയിനായിട്ട് ഇവരുടെ ഹൈലൈറ്റിംഗ് ആയിട്ടാണ്. ഈ കൊച്ചു മീനുകൾ നിങ്ങൾ കാണുന്നത് എല്ലാ ഓലയെടുത്താണ് നിൽക്കുന്നത്. അവരൊരു GPS കണക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ഈ ലൊക്കേഷനിലോട്ട് തന്നെ വരുന്നത്. ഇവിടെ ആയിരിക്കും നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മീനെ കാണാനും അതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കിയേക്കുന്നത്. ഓരോരുത്തരുടെ ഭാഗ്യം പോലാണ് അവിടെ കാണുന്ന മത്സ്യങ്ങളെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊച്ചു മീനുകളാവാം, അല്ലെങ്കിൽ വലിയ മീനുകളാവാം. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ഇനി താഴോട്ട് പോകാൻ കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലത്തോട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം 30 മിനിറ്റ് to 40 മിനിറ്റാണ് നമ്മുടെ ഡൈവിംഗ് പീരീഡ് എന്ന് തോന്നും. അങ്ങനെ ഈ വർണ്ണാഭമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴോട്ട് പോവുക. താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിൽ വെയിറ്റും അതിനോടൊപ്പം തന്നെ ജാക്കറ്റിൽ എയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് താഴോട്ടും മേപ്പോട്ടും പോകാൻ പെട്ടെന്ന് പറ്റുന്നത്. ഡൈവിങ്ങിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തായിരുന്നു, പക്ഷേ കൂടുതൽ എടുത്തത് ലാൻഡ്സ്കേപ്പ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോസ് എല്ലാം അവരുടെ ഗോപ്രോയിലാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ടുന്ന അത്ര വീഡിയോസ് അവരെടുത്ത് തരും, അത് നമുക്ക് കോപ്പിയും ചെയ്ത് തരുന്നതാണ്. അഴുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ അഴുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിസിബിളും ആയിരിക്കും. അത് ഓരോരുത്തരുടെ ഭാഗ്യം ബേസ് ചെയ്തിരിക്കുന്നു, അവർ ചെല്ലുന്ന ദിവസത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു മനോഹരമായ മത്സ്യം അത് ഇതിനെ കണ്ടപ്പോൾ തന്നെ എനിക്കിത് തുടരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം റോക്കറ്റ് പോലാട്ടോ പോകുന്നത്. എനിക്ക് അതിൻ്റെ പുറകെ പോലും ചെല്ലാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ലൈഫിലെ ഒരാഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ഫുൾ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എയർ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ചെവിക്ക് പ്രഷർ കൂടുമ്പോഴത്തേക്ക് എയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. അത് നമ്മളിത് പോകുമ്പോൾ അവർ പറഞ്ഞു തന്നിട്ടാണ് നമ്മളിതിനകത്തൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം നമ്മളെ പിടിച്ചുകൊണ്ടാണ് ഈ പാറയുടെ അടുത്തൂടെ എല്ലാം കൊണ്ടുപോകുന്നത്. അവരെന്നെ ഇതിൽ കൺട്രോൾ ചെയ്തോളും. നമ്മൾ എയർ പ്രഷറും നമ്മൾ പോകുന്ന സ്ഥലത്തൂടെ എല്ലാം കൺട്രോൾ ചെയ്തോളും. നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ മീനുകളുണ്ടോ അതെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ട് അവർ നമ്മളെ ചൂണ്ടിക്കാണിക്കും എങ്ങോട്ടാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന്. കാരണം നമുക്ക് കൂടുതൽ ഐഡിയകളില്ലല്ലോ ഇതിനെപ്പറ്റി. ഓക്കെ, അന്നേരം ഞാൻ ഒരു കൂട്ടം മീനുകളുടെ ഇടയ്ക്ക് പെട്ടൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് ഇത് കാണുമ്പോൾ. ഈ മീനുകളുടെ ഒന്നും പേരനുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിനെ പിടിക്കാൻ കുറേ ശ്രമിച്ചായിരുന്നു കേട്ടോ. പിടിക്കാമെന്ന് വെച്ചാൽ ഞാൻ തൊട്ട് പോകാൻ വേണ്ടി 1-2 തൊടാൻ പറ്റി. ബാക്കിയുള്ളത് കൈ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഓടിപ്പോവാം. പക്ഷെ അവിടുത്തെ മത്സ്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ പോയി പിടിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഈ അണ്ടർ വാട്ടർ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി കുറച്ച് സൈൻ ലാംഗ്വേജസ് ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആ സൈൻ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പറയുന്നതും. അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ ഡൈവിങ്ങിന് ശേഷം ഏകദേശം നല്ല രീതിയിൽ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റി. അവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ഇതിന് ശേഷം നമ്മൾ നേരെ മേപ്പോട്ട് പോയിട്ട് നമ്മുടെ ബോട്ടിൽ കയറി വന്നിടത്തോട്ട് തിരിച്ചു പോവുകയാണ്. ആ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ലാൻഡ്സ്കേപ്പ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് നമ്മളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ബീച്ചിലെത്തി നമ്മളുടെ ട്രാക്ടർ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരോരുത്തരുടെ പെട്ടെന്ന് ഇറങ്ങാൻ പറയുന്നത്, കാരണം തിരമാല അടിച്ചുകൊണ്ടിരിക്കുക, തിരിച്ചങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിനെ നമ്മുടെ ട്രാക്ടർ വലിച്ചുകൊണ്ട് കരയിലോട്ട് അടുപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ നമ്മൾ വന്ന ഒമിനിക്കകത്താണ് തിരിച്ച് വന്നത്. ഇതാണ് അവരുടെ ഓഫീസ്, ബ്ലൂ ഫോഴ്സ് എന്നാണ്. അങ്ങനെ എല്ലായിടത്തും വിട പറഞ്ഞതിന് ശേഷം നമ്മളൊരു ഊണ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട വാങ്ങി.